മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ ലഭ്യമായിട്ടുണ്ട്. സാറിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് തുടർന്ന് ചോദിക്കാവുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. ഓക്കെ വ്യൂവേഴ്സ്, നമുക്ക് ആദ്യം ഒന്ന് മാർക്കറ്റിൻ്റെ ഓവറോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് അപ്ഡേറ്റ്സിലോട്ട് പോയിട്ട് സാറിലോട്ട് തിരിച്ചു വരാം. ആദ്യം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ എങ്ങനെയാണ് ട്രേഡിംഗ് നടന്നതെന്ന് നോക്കാം. ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് ഇന്നലെ നോക്കുമ്പോൾ നിഫ്റ്റി 50 ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 23,437 എന്നൊരു ലെവലിലായിരുന്നു ഇന്നലെ നിഫ്റ്റി 50യിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നു. അതായത് 108 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം നിഫ്റ്റി 50ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. ആദ്യത്തെ ഒരു രാവിലത്തെ ഒരു സെക്ഷൻ നോക്കുമ്പോൾ നിഫ്റ്റി 50 ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലൊക്കെ ആയിരുന്നു ഒരു ട്രേഡിംഗ് നടന്നിരുന്നെങ്കിലും ഒരു സെക്കൻഡ് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു നേട്ടത്തിലോട്ട് നിഫ്റ്റി 50ക്ക് എത്താൻ പറ്റിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോൾ 53,177 എന്നൊരു ലെവലിലാണ് ട്രേഡിംഗ് നടന്നത്. അതായത് 738 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം നിഫ്റ്റി ബാങ്കിങ് സൂചിക രേഖപ്പെടുത്തിയിരുന്നു. 1.41% മികച്ച ഒരു മുന്നേറ്റമായിരുന്നു ബാങ്കിങ് സൂചിക ഇന്നലെ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സെക്ടർ വൈസ് പെർഫോമൻസുകൾ കൂടി നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിൽ ഒന്ന് നോക്കാം. സെക്ടേഴ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ചില സൂചികളിൽ നമുക്കൊരു ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നിഫ്റ്റി ഓട്ടോ, ഫാർമ, കൂടാതെ ഹെൽത്ത് കെയർ ഇൻഡെക്സ് തുടങ്ങിയ സൂചികയിലേക്ക് ബാക്കി സൂചികയിലേക്ക് നമുക്കൊരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയാണ് ഇന്നലെ ഒരു വളരെ മികച്ചൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയത്. 2.37% ഒരു നേട്ടം ഈ ഒരു സൂചികയിലുണ്ടായിരുന്നു. മീഡിയ സൂചികയും 1.88% ഒരു നേട്ടം രേഖപ്പെടുത്തി. എനർജിയിൽ 1.06% ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവായൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ US മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു US മാർക്കറ്റായിരുന്നു. ഡൗ ജോൺസ് നോക്കുമ്പോൾ ഏകദേശം 1.7% ഒരു ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. S&P 500 2.24% ഒരു ഇടിവും, നാസ്ഡാക്കിൽ 3.07% ഒരു ഇടിവും രേഖപ്പെടുത്തിയാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഏതായാലും ഇന്നലെ US മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ശക്തമായൊരു വിൽപ്പനയാണ് ഉണ്ടായതെന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ അഭിപ്രായങ്ങൾ, അതായത് US സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നതൊക്കെ ഇന്നലെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവായി ഒരു ന്യൂസായിട്ട് നമുക്ക് ഇന്നലെ US മാർക്കറ്റിൽ പറയാൻ സാധിക്കും. ഏതായാലും ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലോട്ട് പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിച്ചത് NVIDIA ഓഹരിയൊക്കെ ഒരു 6.9% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ടെസ്ലയിൽ 4.9% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ആമസോൺ ഓഹരികളിലും 3.9% ഒരു ഇടിവ് രേഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു സമ്മിശ്രമായൊരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫുഡ്സെ നോക്കുമ്പോൾ 0.32% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ കാക്ക് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. ഡാക്സിൽ 0.27% ഒരു നേട്ടവുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റിലോട്ട് വരുന്നതിന് മുമ്പ് സാറിനോട് ആദ്യം നമുക്ക് US മാർക്കറ്റിലെ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിനെ പറ്റി ചോദിക്കാം. സാർ, ഇന്നലെ നമ്മൾ US മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് ഒരു ഇടിവ് രേഖപ്പെടുന്ന ഒരു മാർക്കറ്റാണ് കാണാൻ സാധിച്ചത്. പ്രധാനപ്പെട്ട സൂചികകളൊക്കെ തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. നമ്മൾ ഇന്നലെ മാർക്കറ്റ് നോക്കുമ്പോൾ ഡൗ ജോൺസ് നോക്കുമ്പോൾ 1.73% ഒരു ഇടിവും, കൂടാതെ S&P 500 2% മുകളിലുള്ള ഒരു ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്കിൽ ആ ഒരു ഇടിവ് നോക്കുമ്പോൾ ഒരു 3% മുകളിലോട്ടും രേഖപ്പെടുത്തി. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഫെബ്രുവരി മാസം മുതൽ വലിയ ഇടിവായിരുന്നു നമുക്ക് 2 ഇൻഡെക്സിലും കാണാൻ സാധിച്ചത്. പിന്നെ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടെ ഒത്തിരി വോളറ്റിലിറ്റി മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും നമുക്കറിയാം, ട്രംപ് ഒരു ദിവസം ടാരിഫ് നയത്തിന് പറയുന്നു, പിന്നീട് അത് പോസ് ചെയ്യുന്നു, പിന്നെ വിഡ്രോ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു. ബട്ട് എങ്കിലും ഈ ഒരു കൺഫ്യൂഷനൊക്കെ ശേഷം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിലും നാസ്ഡാക്കിലും ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് നാച്ചുറലി ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ കണ്ടിരിക്കുന്നു വീണ്ടും ഒരു സെല്ലിംഗ്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഡൗ ജോൺസ് ഇൻഡെക്സിലും നാസ്ഡാക്ക് ഇൻഡെക്സിലും ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഒരു റിക്കവറി പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ഓഫ്കോഴ്സ് ഗുഡ് ഫ്രൈഡേ ആയതിനെ തുടർന്ന് അമേരിക്കൻ വിപണിയും മുടക്കമായിരിക്കും. സോ അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കണം നമ്മൾ ഈ ഒരു റിക്കവറി കാണാൻ പോകുന്നത്. സാർ, നമുക്ക് ഏതായാലും ഇനി ഒന്ന് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകും. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സമ്മിശ്രമായ രീതിയിൽ, അതായത് ഗോൾഡിൽ ഒരു ഇടിവ് നിലവിൽ രേഖപ്പെടുന്നുണ്ടെങ്കിലും ക്രൂഡിൽ നമുക്കൊരു പോസിറ്റീവ് ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് 0.86% ഒരു നേട്ടത്തിലും ക്രൂഡ് ഓയിൽ നമുക്കിന്ന് 1% ഒരു നേട്ടവുമാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ക്രൂഡ് ഓയിലിൻ്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു സൈഡ് വേസ് പാറ്റേണോ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബട്ട് ഈ ഒരു ഷോർട്ട് ടേം ട്രേഡിംഗ് ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ ക്രൂഡ് $65 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സോ അറ്റ് ദിസ് മൊമെൻറ്റ് നമുക്ക് ക്രൂഡിൽ ലോങ് പൊസിഷൻസോ ഷോർട്ട് പൊസിഷൻസോ ട്രേഡിങ്ങിന് വേണ്ടി എടുക്കാൻ ഒരു സേഫായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. $65 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാർ, നമുക്ക് ഇനി സാറിനോട് ചോദിക്കാനുള്ളത് ഗോൾഡിനെ പറ്റിയാണ്. നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിലൊരു 0.3% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. 3338 എന്നുള്ള രീതിയിലുള്ളൊരു ലെവലിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണ്ണത്തിൻ്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. റെക്കോർഡ് ഹൈ ലെവലിൽ ട്രേഡിംഗ് നടത്തി വരുന്നു. കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് നമുക്ക് നേട്ടവും കാണാൻ സാധിക്കുന്നുണ്ട്. നാച്ചുറലി വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്ലൈറ്റായിട്ട് ഓവർ ബോട്ട് സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പൊസിഷൻസ് കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യണം. കറൻറ്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കുന്നത് റിസ്കി ആയിരിക്കും. സാർ, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ Nifty 50 നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ ഒരു 0.5% അടുത്തേക്ക് ഒരു നേട്ടം മാർക്കറ്റ് രേഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 23,437 എന്നൊരു ലെവലിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 108 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം മാർക്കറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിച്ചത് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് രീതിയിലോട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു കൂടുതൽ സമയം ഒരു ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിച്ചത്. എന്നാൽ ഉച്ചക്കത്തെ ആ ഒരു സമയത്തിന് ശേഷം ഒരു 0.5%-ൻ്റെ ഒരു നേട്ടത്തിലോട്ട് മാർക്കറ്റ് എത്തുന്നതാണ് കാണാൻ സാധിച്ചത്. Nifty 50-ൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകളിലേക്ക്? Nifty 50-യുടെ കേസിൽ നമ്മളിപ്പോൾ ട്രംപിൻ്റെ ആ ടാരിഫ് നയത്തെ തുടർന്ന് നമ്മൾ കഴിഞ്ഞ 10 ദിവസം മുൻപ് കണ്ട വലിയൊരു സെൽ ഓഫിൻ്റെ നഷ്ടം മുഴുവൻ നികത്തിയിട്ടുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മോഡിൽ നിന്നും ഇപ്പോൾ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വേസ് പാറ്റേണിലോട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേഞ്ചർ സോണിൽ നിന്നും Nifty 50-ക്ക് പുറത്തോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ നേട്ടത്തിനെ തുടർന്ന് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ലെവൽ 23,000, അതിനുശേഷം 22,800 പോയിൻറ്റ്. സാർ, നമുക്ക് ഏതായാലും ബാങ്ക് നിഫ്റ്റിയിലോട്ട് കൂടി പോകാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് മികച്ചൊരു മുന്നേറ്റമായിരുന്നു. 1%, അതായത് 1.4% ഒരു മുന്നേറ്റത്തിൽ 738 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം. അത് 53,177. ആ 53,000 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴും ഒരു സൈഡ് വൈസ് തന്നെയായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ഒരു 1:30 ശേഷം പിന്നീട് ഒരു പുതിയൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൻ്റെ കേസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. ബട്ട് ഞാൻ നേരത്തെ Nifty 50-യെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൻ്റെ കേസിൽ 2 മേജർ റെസിസ്റ്റൻസാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 53,600 പോയിൻറ്റ്, അതിനുശേഷം നാച്ചുറലി 54,400 അവിടെ നമ്മുടെ ഓൾ ടൈം ഹൈ നിലനിൽക്കുന്നത്. ഇന്നലത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് പല പബ്ലിക് സെക്ടർ സ്റ്റോക്സിലും കാണാൻ സാധിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ എടുത്തു പറയാനുള്ള ആക്സിസ് ബാങ്കിൽ കണ്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു. സാർ, അടുത്ത ഒരു കാര്യം ചോദിക്കുകയാണ്. നമുക്കൊരു സെക്ടർ വൈസ് ഒരു വിലയിരുത്തൽ കൂടി നടത്താം. നമ്മൾ ഇന്നലത്തെ ഒരു ഓവറോൾ സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ PSU ബാങ്കിങ് സൂചികയാണ് ഏറ്റവും കൂടുതലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. 2.37% ഒരു നേട്ടം PSU ബാങ്കിങ് സൂചികയിലുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സൂചിക എടുക്കുമ്പോൾ തന്നെ ഇതിൽ 12 ഓഹരികളും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. എക്സ്പെഷ്യലി ഇന്ത്യൻ ബാങ്ക് 4.81% ഒരു നേട്ടം രേഖപ്പെടുത്തി. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 4% മുകളിലൊരു നേട്ടമുണ്ടായിരുന്നു. യൂണിയൻ ബാങ്ക് 4% ഒരു നേട്ടം. അങ്ങനെ ഒട്ടുമിക്ക ബാങ്കുകളൊക്കെ തന്നെ ഒരു മികച്ച നേട്ടം ഇന്നലെ ഈ ഒരു സൂചികയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു PSU ബാങ്കിങ് സൂചികൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ കേസിൽ ഡെഫിനറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PSU ബാങ്കിങ് സ്റ്റോക്സ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ വിൽക്കാൻ നോക്കരുത്. PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ കേസിൽ 6,550 പോയിൻറ്റിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് വരും സെഷൻസിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും.
സോ ഇതിൽ നമുക്കറിയാം PSU ബാങ്കിങ് ഓഹരി എന്ന് നോക്കുമ്പോഴേക്കും ലാർജ് PSU ബാങ്ക്സ് ഉണ്ട്. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് മുതലായ ബാങ്കുകൾ. അതിനോടൊപ്പം തന്നെ സ്മോൾ ക്യാപ് PSU ബാങ്ക്സ് ഉണ്ട്. സെൻട്രൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എക്സെട്ര. ബട്ട് ഈ ചെറിയ PSU ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോഴും. സോ കോൺസെൻട്രേഷൻ മുഴുവൻ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ബാങ്ക് ഓഫ് ബറോഡ മുതലായ വലിയ ബാങ്കിങ് സ്റ്റോക്സിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും മൈ എക്സ്പെക്റ്റേഷൻ ഈ ഒരു റിക്കവറി തുടരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. സാർ, അടുത്തൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോക്കിലോട്ട് നമുക്ക് പോകാം. ആദ്യമായിട്ട് ഇപ്പോൾ ചോദിക്കാനുള്ളത് ബജാജ് കൺസ്യൂമറിനെ പറ്റിയാണ്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ ബജാജ് കൺസ്യൂമർ ലിമിറ്റഡ് ഒരു ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കൊരു 0.7% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ നോക്കുമ്പോൾ 171 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ ഇപ്പോൾ FMCG സെക്ടർ നോക്കുകയാണെങ്കിൽ FMCG സെക്ടറിൻ്റെ റിക്കവറിയെ നയിച്ച 2 സ്റ്റോക്സ് മാരിക്കോ ആൻഡ് ടാറ്റ കൺസ്യൂമർ. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് നെസ്ലയിൽ കാണാൻ സാധിച്ചു, ITസിൽ കാണാൻ സാധിച്ചു, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ കാണാൻ സാധിച്ചു, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സിൽ കാണാൻ സാധിച്ചു, കോൾഗേറ്റിൽ കാണാൻ സാധിച്ചു. ബട്ട് ബജാജ് കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ കേസിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബജാജ് കൺസ്യൂമറിൻ്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ ആ ഒരു കൺസോൾട്ടേഷന് ശേഷം വളരെ ലോ റിസ്ക് ആയിട്ടൊരു നല്ല ഷോർട്ട് ടേം ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലോട്ട് കൊണ്ടുവരാൻ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ എനിക്ക് കാണാൻ സാധിക്കുന്നത് 175 രൂപ. 175ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 181, 185, 188 ഇത് മൂന്നുമായിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത്. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ FMCGയിൽ നിന്ന് തന്നെ ഒരു സ്റ്റോക്ക് തന്നെ ചോദിക്കാം. കോൾഗേറ്റിൻ്റെ കാര്യം സാർ ഇപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾഗേറ്റ് നമുക്കൊന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിലവിൽ ഇന്നലെ ഒരു 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു ഓൾ ടൈം ഹൈ, അതായത് ഒരു ഒക്ടോബർ മാസം തൊട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്ത് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു 6% ഒരു നേട്ടം ഇപ്പോൾ ഓൾറെഡി രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. കോൾഗേറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ വിഷ്ണു, കോൾഗേറ്റിൻ്റെ കേസിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണലി എനിക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ കോൾഗേറ്റിലുണ്ട്. ആൻഡ് കോൾഗേറ്റിൻ്റെ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ്, നെസ്ലെ മുതലായ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നല്ല റിക്കവറി ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഒത്തിരി വാല്യൂ ബൈയിങ് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 2290. ഇതിൻ്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 2900, 3000 ആ ഒരു റേഞ്ചിലായിരിക്കും ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. ഓക്കെ സാർ. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ പറ്റിയാണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു 3% ഒരു നേട്ടം രേഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ തുടരെ ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം ഒരു 16% നേട്ടം ഇപ്പോൾ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈസാഫിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈസാഫ് ലിസ്റ്റിങ്ങിന് ശേഷം നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയൊരു സ്റ്റോക്ക്. കാര്യം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്കായിരുന്നു ഈസാഫ്. ആൻഡ് ഈസാഫ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതൊരു ഓൾ ടൈം ലോ ലെവലിലോട്ട് പോയത്. ബട്ട് അതിന് ശേഷം ഈ സ്റ്റോക്കിലും നമുക്കൊരു നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഇതിൻ്റെ ഡൗൺ സൈഡ് റിസ്ക് വളരെ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ നിലവിലുള്ള ഓൾ ടൈം ലോ ഇനി ബ്രേക്ക് ചെയ്യുമെന്ന്. ആൻഡ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ കറണ്ട് ലെവൽസിലൊരു പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ഈ ഓൾ ടൈം ലോന് തൊട്ട് താഴെ ആയിരിക്കണം. ഇതിൻ്റെ മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 38, 39 ലെവലിലാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈസാഫിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, സൂര്യോദയ സ്മോൾ ഫൈനാൻസ് ബാങ്ക് മുതലായ സ്മോൾ ഫൈനാൻസ് ബാങ്കിങ് സ്റ്റോക്സിലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്.
സാർ ഇനി അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ഫെഡറൽ ബാങ്കിനെ പറ്റി കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. ഫെഡറൽ ബാങ്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് തുടരെ ഒരു 2 മാസം ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മാർച്ചിൽ ഈ ഒരു സ്റ്റോക്ക് ഏകദേശം 8% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസത്തിലൊരു ട്രേഡിംഗ് നോക്കുമ്പോഴും ഒരു 1% നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. 194 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫെഡറൽ ബാങ്കിൻ്റെ കഴിഞ്ഞ 3-4 ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പെർഫോമൻസാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഫെഡറൽ ബാങ്കിൻ്റെ കേസിൽ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ഡേറ്റിന് അടുക്കും തോറും ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് കാണാറുണ്ട്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് വലിയ സെൽ ഓഫും നടക്കാറുണ്ട്. സോ ഇതൊരു റിസൾട്ട് സീസണാണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. സോ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. എങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ കേസിലും മറ്റ് ബാങ്കിങ് സ്റ്റോക്സിനോടൊപ്പം തന്നെ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കറണ്ട് ലെവൽസിലെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മേജർ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 197 രൂപ. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 10-15 രൂപയുടെ നേട്ടമെങ്കിലും നമുക്ക് ഷോർട്ട് ടേമിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സാർ അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു റിസർവ് ബാങ്കിനെ പോലെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലിസ്റ്റിങ്ങിന് ശേഷം ഒരു നിരാശപ്പെടുത്തിയ ഒരു പ്രകടനമായിരുന്നു ഈ ഒരു സ്റ്റോക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു മന്ത്ലി പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ തുടരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 653 ഈ ഒരു സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടാറ്റ ടെക്നോളജീസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു പറഞ്ഞ വളരെ ശരിയായി. ഈസാഫ് ബാങ്ക് മുതലായ റീസെൻ്റ്ലി ലിസ്റ്റഡ് സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഒത്തിരി ഡിസപ്പോയിൻമെൻറ്റ് നൽകിയൊരു സ്റ്റോക്കായിരുന്നു ടാറ്റ ടെക്ക്. ബട്ട് ടാറ്റ ടെക്കിൻ്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഷോർട്ട് ടേമിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. വളരെ ലോ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എക്സലൻ്റ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ. ആൻഡ് ഈ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 706 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 755, അതിന് ശേഷം 780 കാണാൻ സാധിക്കുന്നത്. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 1.57% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. 140 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 50% താഴെയുള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ വലിയൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു ഫെബ്രുവരിയിലാണ്. ഏകദേശം 34% ഒരു സെല്ലിംഗ് ഈ ഒരു സ്റ്റോക്കിൽ ആ ഒരു മാർച്ച് മാസത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തിൽ ഒരു 3% നേരിയ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസത്തിൽ നോക്കുമ്പോഴും ഇപ്പോൾ ഒരു പോസിറ്റീവായ രീതിയിൽ ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. 4% നേട്ടം ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടെക്സ്മാക്കോ റെയിലിൻ്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. നമ്മൾ ഇന്ന് സംസാരിച്ച പല സ്റ്റോക്സും സ്മോൾ ക്യാപ്പാണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ഈസാഫ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ടാറ്റ ടെക് ഇസ് എ സ്മോൾ മിഡ് ക്യാപ് സ്റ്റോക്ക്. സോ ഈ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെക്ടറിൽ കാര്യമായിട്ട് നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ടെക്സ്റെയിലിൻ്റെ കേസിൽ 119 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 143, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 160, 180 ഇത് രണ്ടുമായിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സാർ അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ബോഷ് ലിമിറ്റഡ് ആണ്. ബോഷ് ലിമിറ്റഡ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 1% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 30% താഴെയുള്ളൊരു ലെവലിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തത് ഒക്ടോബർ മാസത്തിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഒരു ഇടിവ് രേഖപ്പെടുത്തി, അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. എന്നാൽ മാർച്ചിൽ നോക്കുമ്പോൾ ഒരു 6% ഒരു പോസിറ്റീവ് രീതിയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബോഷ് ലിമിറ്റഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ബോഷ്. ആൻഡ് ബോഷ്, സീമെൻസ്, കമിൻസ്, ABB ഇന്ത്യ മുതലായ സ്റ്റോക്സിലൊക്കെ മാർക്കറ്റിൻ്റെ ഇടിവിനോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഹെവി സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് ബോഷിൻ്റെ കേസ് നമുക്ക് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു മാസത്തിനിടെ
6000 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് അടുത്ത കാലത്ത് ഇനി ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കറൻറ്റ് ലെവൽസിൽ എനിക്ക് ലോ റിസ്ക് ബൈങ് ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ നമ്മൾ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 25,800 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 25,600 രൂപയിൽ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 32,000 രൂപയിലേ കാണാൻ സാധിക്കുന്നുള്ളൂ. സർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡാണ്. നമ്മളൊരു സ്റ്റോക്ക് നോക്കുമ്പോൾ 0.7% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തി ഇന്നലെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 429 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഏകദേശം ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 40% മുകളിലേക്കുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം ഒരു 11% നേട്ടം രേഖപ്പെടുത്തിയായിരുന്നു ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഗുജറാത്ത് ഗ്യാസ് വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് എങ്കിലും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിലും ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 720 രൂപയിലാണ്. 720 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം കാണുന്ന മേജർ റെസിസ്റ്റൻസ് 440, 450, 460. സർ, അവസാനമായി ഒരു സ്റ്റോക്ക് കൂടി ചോദിച്ച് നിർത്തുകയാണ്. NTPC ഗ്രീൻ എനർജിയെ പറ്റിയാണ് ഒന്ന് അറിയേണ്ടത്. NTPC ഗ്രീൻ എനർജി നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം 7% അടുത്ത ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് ഈ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ ഡിസംബറിൽ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യും. പിന്നീട് 2 മാസം തുടരെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ മാസം ഒരു 15% ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ ഇന്ന് നേരത്തെ ടാറ്റ ടെക്കും ഇസാഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. NTPC IPO ആയിട്ടല്ല വന്ന് NTPCയിൽ നിന്നും അത് വേർപിരിഞ്ഞ് തനിയെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്കായിരുന്നു NTPC ഗ്രീൻ. ബട്ട് ലിസ്റ്റിങ്ങിന് ശേഷം കഴിഞ്ഞ നവംബർ മാസം മുതൽ തന്നെ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇതിൻ്റെ ഓൾ ടൈം ലോ ലെവൽ അറൗണ്ട് 78-80 റുപ്പീസിനടുത്ത് ഇത് കൺസോൾട്ടേഷൻ നടത്തി നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിരിക്കുന്നു. ഇന്നലെ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടാണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിൽ നല്ലൊരു അപ്സൈഡ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ചുരുങ്ങിയത് ഒരു 25 മുതൽ 40 രൂപയുടെ നേട്ടം ഷോർട്ട് മിഡ് ടേമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സർ, വളരെ നന്ദി ഇത്രയും അപ്ഡേറ്റ്സ് ഞങ്ങൾക്കായി ഷെയർ ചെയ്തതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒത്തിരി മാർക്കറ്റിൻ്റെ അപ്ഡേറ്റുകളുമായിട്ടുള്ള പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ് മൈഫിൻ TV. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതായാലും ഈ ഒരു ഷോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു പ്രോഗ്രാം മാർക്കറ്റ് സ്ക്രീനറാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.